ഹായ് നമസ്കാരം. ശ്രീഭാഗ്യ ഫാഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് റെഡിമെയ്ഡ് ബ്ലൗസ് ആണ്. സ്റ്റിച്ചഡ് ആയിട്ടുള്ള സൂപ്പർ ബ്ലൗസ് ആണ്. ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു എൻക്വയറി ആയിരുന്നു. നമുക്ക് നല്ലൊരു ഫീഡ്ബാക്കും കിട്ടിയിട്ടുണ്ട്. ബ്ലൗസിന് നല്ലൊരു എൻക്വയറി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീണ്ടും നമ്മളത് റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്ന് കുറച്ച് കളേഴ്സ് ഡിഫറൻസ് ആയിട്ടുള്ള കളേഴ്സാണ് ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളത്. കോട്ടണും കലങ്കാരിയും അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ വേണമെന്നുള്ളവര് ഞാൻ ആദ്യമേ പറയുന്നുണ്ട്, ഇതിൽ നമുക്ക് ബ്ലൗസിന്റെ സൈസ് നമ്മൾ നോക്കി കറക്റ്റായിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ. നമ്മുടെ ഒരു ബ്രാ സൈസിന്റെ 1 ഇഞ്ച് കൂട്ടി വേണം എപ്പോഴും ബ്ലൗസ് പർച്ചേസ് ചെയ്യാൻ. അതാണ് അതിന്റെ ഒരു മെഷർമെന്റ് എന്ന് പറയുന്നത്. 34 എടുക്കുന്ന ആളും എന്തായാലും 36 തന്നെ എടുക്കണം. ചിലവർ നമ്മുടെ ഓരോരുത്തർക്കും ഓരോരോ ബോഡി ഷേപ്പാണ്. അപ്പൊ എല്ലാവർക്കും അത് പറ്റത്തില്ല. അതുകൊണ്ട് ഒരു സൈസ് എന്തായാലും കൂട്ടിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ട് വരില്ല. നമുക്ക് ഓൾട്ടർ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ബ്ലൗസ് ആകുമ്പോൾ കുറച്ച് ആ ഒരു സ്പേസ് മാത്രമല്ലേ വരുന്നുള്ളൂ നമുക്ക് ഓൾട്ടർ ചെയ്യാനായിട്ട്. ബോഡിയുടെ കുറച്ച് ഒരു സ്പേസ് അത്രയും നമുക്ക് ഷേപ്പ് ചെയ്ത് ഉപയോഗിക്കുന്നതേ ഉള്ളൂ. അതുപോലെ ബാക്കിൽ നമുക്ക് ടൈ ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ ഷോൾഡർ കിഴിഞ്ഞു പോകുകയോ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. 34 എടുക്കുന്ന സൈസ് എടുക്കുന്ന ആൾക്ക് അതിന് മുകളിലോട്ടുള്ള ഏത് അളവ് വേണോ അവർക്ക് എടുക്കാം, കുഴപ്പമില്ല, നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയായിരിക്കും. ഇനി ഞാൻ ഓരോന്നായിട്ട് നമുക്ക് കാണാം. ഫസ്റ്റ് കാണിക്കുന്നത് നല്ലൊരു ഇതുപോലെ വരുന്നുണ്ട്. നല്ലൊരു ബ്ലാക്ക് ആണ്. ബ്ലാക്കിൽ ഇങ്ങനെ നല്ല ഭംഗിയുള്ളൊരു പ്രിന്റ് ആണ്. ആഷും വൈറ്റും കൂടെ ചേർന്നിട്ടുള്ള ഒരു പ്രിന്റ് ആണ്. ഏകദേശം ഒരു ലൈറ്റ് കളേഴ്സ് വരുന്ന എല്ലാ സാരികൾക്കും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഫ്രണ്ടിൽ ഹൂക്കുണ്ട്, ഹൂക്ക് കൊടുത്തിട്ടുണ്ട്. ചില ഹൂക്ക് ഇങ്ങനെ ഫുള്ളും അവർ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവരുടെ നമുക്ക് ആ ഒരു കീപ്പ് ചെയ്യാൻ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഫ്രണ്ട് ഫുള്ളും സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അത് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ഫുള്ളും ഇത്രയും പോർഷനിൽ നല്ല ഹൂക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ നല്ല ഹൂക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു 8-10 ഹൂക്കോളം കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏതെങ്കിലും 1-2 പോയാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഉള്ളിൽ നല്ല കോട്ടന്റെ ലൈനിങ്ങും ഇതുപോലെ വരുന്നുണ്ട്. കോട്ടന്റെ ലൈനിങ് ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. ബാക്ക് പോർഷനിൽ ഇത്രയും ഒരു ലെങ്ത് ഇറക്കം വരുന്നുണ്ട്. സ്ലീവ് ഏകദേശം നമ്മുടെ എൽബോയിനും തൊട്ട് കുറച്ച് മുകളിലായിട്ട് നിൽപ്പുണ്ട്. എൽബോയിൽ അതുപോലെ ടാസിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ടാസിൽസ് ഉള്ളത് കൊണ്ട് നമുക്ക് ഈ ടൈ കൊടുക്കുന്നതുകൊണ്ട് ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷോൾഡർ ഇങ്ങനെ കിഴിഞ്ഞു പോകത്തില്ല. നമുക്ക് കുറച്ചും കൂടെ അങ്ങനെ വലിച്ചു കെട്ടി അങ്ങനെ നല്ല ടൈറ്റ് ആയിട്ട് നമുക്ക് വിയർ ചെയ്യാൻ പറ്റും. ഇതിന്റെ അളവ് കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സൈസ് ചാർട്ട് 34, 36, 38, 40 ഇങ്ങനെയായിരിക്കും അതിന്റെ ഒരു സൈസ് ചാർട്ട് വന്നത്. ചിലതിൽ സൈസ് ചിലത് കുറവായിരിക്കും നമുക്ക് വന്നിട്ടുള്ളത്. അതനുസരിച്ച് പർച്ചേസ് ചെയ്യുക. ഓരോന്നിന്റെ പ്രൈസും കൊടുക്കുന്നുണ്ട്. ഇതിന്റെ പ്രൈസ് വന്നത് 375 ആണ്. കോട്ടൺ ആണ് മെറ്റീരിയൽ. ഇനി ഞാൻ വേഗം ഓരോന്നായിട്ട് നമുക്ക് കണ്ടു തുടങ്ങാം. നല്ല ഭംഗിയുള്ള ബ്ലാക്ക് ഷെയ്ഡാണ്. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഇൻഡിഗോ ബ്ലൂ ഉണ്ടല്ലോ, അങ്ങനത്തെ ആ ഒരു ടൈപ്പാണ്. ബോർഡറും ഒരു സ്ലീവ് എൻഡിലും ആ ഒരു ചെറിയ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. കോട്ടൺ ആണ്. ക്ലോത്ത് വരുന്നത് കോട്ടൺ ആണ്. ഫ്രണ്ട് ഓപ്പൺ ആണ്. ബാക്ക് ഇത്രയും ഒരു ലെങ്ത് വരുന്നുണ്ട്. അത്ര ഒരു ഇറങ്ങിയ ലെങ്ത് അല്ല. ചിലത് ഞാൻ പറയുന്നുണ്ട് ലെങ്ത് ഇറങ്ങിയതാണ്. ഇതൊരു അത്രയും വലിയൊരു ഇറക്കമുള്ള ലെങ്ത് അല്ല ഇത്. ബാക്ക് ലെങ്ത്. ഫ്രണ്ട് ഇത് എടുത്തവർക്ക് നല്ല അഭിപ്രായമുണ്ട്. അപ്പൊ അവരൊന്ന് ഈ വീഡിയോയിൽ ഒന്ന് കമന്റ് ഇട്ടേക്കണേ. എന്നാലും ബാക്കി ഇത് എടുക്കാത്ത ആൾക്കാർക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബ്ലൂ ഷെയ്ഡ്. നെക്സ്റ്റ് വരുന്ന നല്ലൊരു മെറൂണ്, ഒരു പീച്ച് കളറ് അങ്ങനെയൊക്കെ വരുന്ന ഒരു മെറൂണും ചിക്കു ഷെയ്ഡും കൂടെ ചേർന്നിട്ടുള്ളൊരു ഇതാണ്. ഭംഗിയുള്ള ഷെയ്ഡുകളാണ്. ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇത് എങ്ങനെ ഷേപ്പ് ചെയ്യാന്ന്. ഇതിപ്പോ വലിയ സൈസ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് 34 എടുക്കുന്ന ആളിന് 40 എടുത്താലും കുഴപ്പമില്ല. നമ്മുടെ ആ ബോഡിയുടെ ഷേപ്പ് മാത്രം ഒന്ന് അടിച്ചു കൊടുത്താൽ മതിയാകും. അതുപോലെ ഈ ടാസിൽസ് ഈ ബാക്കിൽ ഇങ്ങനെ ഇത് ഉള്ളത് കൊണ്ട് നമുക്ക് ഇങ്ങനെ ബ്ലൗസ് ഇങ്ങനെ കിഴിഞ്ഞു പോകത്തില്ല. പ്രധാന ബ്ലൗസ് ഇടുന്ന ആൾക്കാരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ബ്ലൗസ് ഇങ്ങനെ കിഴിഞ്ഞു പോകുന്ന ഒരു പ്രശ്നമാണ്. ഇങ്ങനെ നമ്മുടെ ഷോൾഡറിൽ നിന്ന് ഇങ്ങനെ അങ്ങനെ വിട്ട് അങ്ങനെ പോകും. പക്ഷെ ഇത് ഉള്ളത് കൊണ്ട് നമുക്ക് ഈ കെട്ട് ഉള്ളത് കൊണ്ട് നമുക്ക് അതിങ്ങനെ നല്ല ടൈ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. സെക്കൻഡ് ബ്ലൗസ് നമ്മുടെ സെറ്റ് സാരി ഉണ്ടല്ലോ, കേരള സാരിയുടെ കൂടെയൊക്കെ വിയർ ചെയ്യാൻ പറ്റിയ കളേഴ്സ് ആണ് ഇതൊക്കെ. നെക്സ്റ്റ് വരുന്നത് ഒരു കലങ്കാരി പ്രിന്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഇത് ഒരുപാട് പേര് ചോദിച്ചു നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല.
ഇപ്രാവശ്യം വന്നിട്ടുണ്ട് ഇതിന്റെ പീസ്. കലങ്കാരിയുടെ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഇങ്ങനെ വരുന്നുണ്ട്. ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ്. ഇതുപോലെ എൻ്റെ ബാക്കിൽ ആദ്യം പറഞ്ഞ അതേ ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ്. അത്ര പ്രൈസും ആകുന്നില്ല. ഇത് ഏകദേശം 375 ഒക്കെ ആകുന്നുള്ളൂ. നമ്മുടെ ഒരു സ്റ്റിച്ചിങ്, ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ തന്നെ 250-300 റുപ്പീസ് കൊടുക്കണം. ഈ ലൈനിങ് ഇട്ട് ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ എന്തായാലും ഒരു 300 റുപ്പീസ് കൊടുക്കണം. അപ്പം ബ്ലൗസ് എല്ലാം സ്റ്റിച്ച് ചെയ്ത് കൈ കിട്ടുമല്ലോ, നമ്മൾ വെയിറ്റ് ചെയ്യണ്ട. ഇങ്ങനെ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്. നെക്സ്റ്റ് ഇതാ ഒരു ബ്ലൂ ആണ്. എല്ലാം ഫ്ലോറൽ ഡിസൈൻ വരുന്നുണ്ട്. ഫ്രണ്ട് ഓപ്പൺ ആണ്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ചിലപ്പോൾ അവർ സ്റ്റിച്ച് ഇങ്ങനെ ഫുള്ളും ഇട്ട് വെച്ചേക്കും, നമ്മളത് പൊളിച്ച് കളഞ്ഞാൽ മതിയാവും. വീഡിയോയിൽ കാണിക്കുമ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് ചെയ്യുക. വീഡിയോ തന്നെ ഒരു വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, അതിലേക്കൊരു മെസ്സേജ് ചെയ്യുക. നെക്സ്റ്റ് നല്ലൊരു ബ്ലാക്ക് ആണ്, നല്ല ഭംഗിയുള്ളൊരു കളറാണ്. നമുക്ക് ഒരു ലൈറ്റ് ഷെയ്ഡ് സാരികളുടെ കൂടെയൊക്കെ ബ്ലാക്ക് കോമ്പിനേഷൻ വരുന്ന കളേഴ്സ് ഒക്കെ വരുന്ന സാരിയുടെ കൂടെയൊക്കെ നല്ല പെയറാക്കാൻ പറ്റിയ ഒരു ബ്ലൗസാണിത്. ഇങ്ങനെ വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള കളറാണ്. അത് കുറച്ചുകൂടെ ക്ലോസർ വ്യൂ ആകുമ്പോൾ അതിന്റെ ക്ലോത്തിന്റെ ഭംഗി കാണാൻ പറ്റും. നല്ല ഭംഗിയുള്ള കളേഴ്സാണ്. നെക്സ്റ്റ് ഒരു ലൈറ്റ് ചാർട്ടാണ്. ഒരു ലൈറ്റ് ഓണിയൻ പിങ്കിന്റെ കളറാണ്. ഇങ്ങനെ വരുന്നുണ്ട്. ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് അതിന്റെ തന്നെ ഒരു പിസ്ത ഗ്രീൻ ഉണ്ട്. 1-2 കളേഴ്സ്, ലൈറ്റ് കളേഴ്സ് കുറവാണ്, എന്നാൽ നമുക്ക് 1-2 കളേഴ്സ് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു പിസ്ത ഗ്രീൻ ആണ്. ഇതെല്ലാം ഞാൻ ഇന്ന് കാണിക്കുന്നതെല്ലാം കോട്ടൺ ആണ്. കോട്ടൺ മെറ്റീരിയൽ നല്ല ലൈനിങ്ങിലൊക്കെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡ്, ഒരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് കളറാണ്. നെക്സ്റ്റ് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ഇതുപോലെ വരുന്നുണ്ട്. ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ്. ഇതെടുത്ത് നമുക്ക് മിക്കവാർക്കും ഇതുപോലത്തെ സാരിയൊക്കെ ഉണ്ടാവും. ഇതുവരെ എടുക്കാത്തവർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഒരു പീസ് എടുത്ത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ഇത് ഉപയോഗിക്കുന്നവർക്ക് അറിയാം എന്തായിരിക്കും ഇതിന്റെ ഒരു യൂസ് ചെയ്യണവർക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. നെക്സ്റ്റ് ഇതിൽ ഇത്തിരി കോസ്റ്റ് കൂടി വരുന്ന ഒരു ഐറ്റം ആണ് ഇത്. അതൊരു ഫാബ്രിക്കിന്റെ ഒരു വ്യത്യാസം വരുമ്പോഴാണ് ആ റേറ്റ് വരുന്നത്. ഇതിന് ഏകദേശം നമുക്കൊരു 500 റുപ്പീസ് വരുന്നുണ്ട് ബ്ലൗസിന്. നല്ലൊരു ആഷ് കളറാണ്, ഒരു സ്റ്റാൻഡേർഡ് കളറാണ്. ഇതൊക്കെ നല്ല വൈറ്റ് സാരി, ആഷ് കളർ സാരിയുടെ ഈ ചിക്കു ഷെയ്ഡ് ആ സാരിയുടെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ നന്നായിരിക്കും. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മെറൂൺ ആണ്. മെറൂണും ഒരു ചിക്കു ഷെയ്ഡും ബ്ലാക്കും കൂടെ ചേർന്നിട്ടുള്ള നല്ലൊരു പ്രിന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതാണ് എൻ്റെ ഒരു ക്ലോസർ വ്യൂ വരുന്നത്. ഇങ്ങനെയാണ്, ഇങ്ങനെ വരുന്നുണ്ട്. നമ്മുടെ കേരള സാരിയുടെ കൂടെ അല്ല സാധാ സാരിയുടെ കൂടെയൊക്കെ നമുക്ക് വിയർ ചെയ്യാൻ പറ്റിയ ബ്ലൗസുകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. സൈസ് ചാർട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യമേ പറയുന്നുണ്ട് അളവ് എങ്ങനെ വേണം പർച്ചേസ് ചെയ്യാനെന്ന്. ലാസ്റ്റ് ഒന്നുകൂടെ സ്കിപ്പ് ചെയ്ത് കാണുന്നവർക്ക് ഒന്നുകൂടെ പറഞ്ഞേക്കാം. നമ്മുടെ ബ്രാ സൈസ് അനുസരിച്ച് വേണം ബ്ലൗസിന്റെ ഇത് പർച്ചേസ് ചെയ്യാൻ, സൈസ് എടുക്കാനായിട്ട്. സൈസ് 1 സൈസ് കൂട്ടി വേണം എടുക്കാൻ. 34 എടുക്കുന്ന ആള് 36 എടുക്കുക. 36 ബ്രാ സൈസ് ഉപയോഗിക്കുന്ന ആള് 38 എടുക്കുക. നമ്മൾ എന്തായാലും താഴോട്ട് പോകരുത്. ഓരോരുത്തരുടെ ബോഡി ഷേപ്പാണ്. ചിലർക്ക് സെയിം സൈസ് ഓക്കെ ആയിരിക്കും. അങ്ങനെ ബോഡി നമ്മുടെ ഷോൾഡർ ഒക്കെ ചിലപ്പോൾ അവർക്ക് 34 സൈസ് ഉള്ള ഒരാളായിരിക്കും, പക്ഷെ വണ്ണം കുറവായിരിക്കും. അപ്പൊ അവർക്ക് 34 തന്നെ ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ ചിലർക്ക് അതുപോലെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് 1 സൈസ് കൂട്ടി എടുക്കുക. 34 എടുക്കുന്ന ആള് 36 എടുക്കുക. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എന്തായാലും ഒരു സൈസ് കൂട്ടിയെടുക്കുക, കുഴപ്പമില്ലല്ലോ. നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് ഉപയോഗിക്കാമല്ലോ, അപ്പൊ നമുക്ക് ബുദ്ധിമുട്ട് വരില്ല.
അങ്ങനെ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അതിൽ കറക്റ്റ് സൈസും കൂടെ മെൻഷൻ ചെയ്തൊന്ന് മെസ്സേജ് ചെയ്യുക. ഇതിൽ നമ്മൾ റീഫണ്ടോ എക്സ്ചേഞ്ചോ അങ്ങനെ ചെയ്യുന്നില്ല. നമ്മുടെ ബ്ലൗസ് അല്ലേ, നമ്മുടെ ബോഡി പാർട്ടിനോട് ചേർന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ബ്ലൗസ് മെറ്റീരിയലാണ്. അതുകൊണ്ട് നമ്മൾ ഇത് റീഫണ്ടോ എക്സ്ചേഞ്ചോ എടുക്കുന്നതല്ല. കാര്യം വെച്ചാൽ നമുക്കിത് അടുത്തൊരു കസ്റ്റമറിന് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഓപ്ഷൻ ഇല്ല. അപ്പം ഓക്കെ, ഇത്രയൊക്കെ തന്നെയാണ് ബ്ലൗസിൻ്റെ പിക്ചേഴ്സ്. വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ. ക്വാളിറ്റി നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള ബ്ലൗസ് പീസുകളാണ്. അപ്പോൾ വേഗം തന്നെ ഒരു മെസ്സേജ് ഇട്ടോളൂ. ഓക്കെ, താങ്ക് യു.